നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായി മുസ്ലിം മതവിശ്വാസികൾ തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. തച്ചനാട്ടുകര നാട്ടുകൾ തള്ളച്ചിറയിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. തള്ളച്ചിറ സ്വദേശി വിനീഷിന്റെ കയ്യിലും ഇടുപ്പിലും കടിയേറ്റു. കൊപ്പം പപ്പടപ്പടിയിൽ കാറിന് പിറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തിരുവേഗപ്പുറ വേളക്കാട്ടിൽ കോയക്കുട്ടിയുടെ മകൻ അനസാണ് മരണപ്പെട്ടത്. വാണിയംകുളം മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണം നിലച്ചതോടെ യാത്ര അപകടം നിറഞ്ഞതായി. ഇതോടെ കരാറുകാരനെതിരെ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി പൊതുമരാമത്ത് റോഡ് വിഭാഗം. അട്ടപ്പാടിയുടെ ജീവിതവും സംസ്കാരവും നിറത്തിൽ ചാലിച്ച് നയനമനോഹരമാക്കി 10ാം വളവിലെ മതിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായി. ഇസ്ലാം മതവിശ്വാസികൾ തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും. ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ചും വചനമിരുന്നും ഖുർആൻ പാരായണം നടത്തിയും സൽക്രമങ്ങളിൽ മുഴുകിയ വിശ്വാസികൾക്ക് സമ്മാനമായി ചെറിയ പെരുന്നാൾ വന്നെത്തുകയായി. കേരളത്തിൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് ഗാസിമാരും മതപണ്ഡിതരും അറിയിച്ചു. പെരുന്നാൾ നമസ്കാരത്തിലും പ്രാർത്ഥനയിലുമെല്ലാം ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുകൊള്ളും. റമദാൻ മാസത്തിൽ വീണ്ടെടുത്ത ആത്മസംയമനവും നന്മയും ജീവിതത്തിൽ ഉടനീളം പകർത്തണമെന്ന് മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. റമദാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും പുണ്യമായ കാര്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനാൽ എല്ലാവരും റമദാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പതിവാണ്. സമത്വവും സമഭാവനയുമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇതിന് തെളിവാണ് ഉള്ളവനോ ഇല്ലാത്തവനോ ചെറിയവനോ വലിയവനോ എന്ന വ്യത്യാസമില്ലാതെ ഓരോ വിശ്വാസിയും നിർബന്ധമായും നൽകുന്ന സക്കാത്ത്. പരസ്പര സാഹോദര്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന സ്നേഹബന്ധങ്ങൾ പുതുക്കുന്ന ദിനം കൂടിയാണ് ഈദുൽ ഫിത്തർ. തച്ചനാട്ടുകര നാട്ടുകൾ തള്ളച്ചിറയിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. ശനിയാഴ്ച വൈകിട്ട് തള്ളച്ചിറ സ്വദേശി വിനീഷിന്റെ കയ്യിലും ഇടുപ്പിലും കടിയേറ്റു. ശനിയാഴ്ച രാവിലെ 4 വയസ്സുകാരനെയും നായ ആക്രമിച്ചിരുന്നു. പുറത്തിറങ്ങാൻ ഭയമായെന്ന് പ്രദേശവാസികൾ. നാട്ടുകല്ല് തള്ളച്ചിറ ഭാഗങ്ങളിൽ തെരുവ് നായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി. ശനിയാഴ്ച രാവിലെ കറുത്തേനിക്കുണ്ടിൽ 4 വയസ്സുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നായ പിന്നീട് കാരയിൽ ചാമിയെയും കടിച്ചു. കൃഷിയിടത്തിൽ നിന്നും വീട്ടിലേക്ക് വരും വഴി അപ്രതീക്ഷിതമായി ദേഹത്തേക്ക് ചാടുകയായിരുന്നുവെന്ന് ചാമി പറഞ്ഞു. വലത് കൈത്തണ്ടയിലും ഇടത് കൈവിരലുകളിലും കടിയേറ്റു. വാഴന്ന് വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കാട്ടുന്നിൽ വന്നിട്ട് അങ്ങനെ കടിക്കുക ചെയ്തേ. ഓടി വന്നിട്ട് ഇതാ കയ്യുമേ രണ്ട് ഈ കയ്യിന്റെ ഇടയിലും അവിടെ. തള്ളച്ചിറയിൽ വിശ്രമ കേന്ദ്രത്തിൽ ഇരിക്കുകയായിരുന്ന വിനീഷിനെ വൈകുന്നേരം 3:30 ആക്രമിച്ചത്. വലത് കൈയിലും ഇടുപ്പിലും പരിക്കേറ്റു. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് നായ കടിച്ചതെന്ന് വിനീഷ് പറഞ്ഞു. ഇരിക്കുന്ന ടൈമിന് നായ ബാക്ക് സൈഡിൽ നിന്നാണ് വരുന്നത്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നായനെ പെട്ടെന്ന് കണ്ടുവരാൻ എണീറ്റ് നോക്കുമ്പോൾ നായ ചാടി കയ്യിന് കടിക്കുക ചെയ്തു. കയ്യിനും കടിച്ചു, പിന്നെ എൻ്റെ ഈ വയറിൻ്റെ സൈഡിനായിട്ടും കടിച്ചിട്ടുണ്ട്. ഒറ്റ തന്നെ ഉണ്ടായിട്ടുള്ളൂ. വെറുതെ വന്നിട്ട് കടിച്ചതാണ്. പെട്ടെന്ന് ഓടി വരും ചെയ്തു, കടിക്കുകയും ചെയ്തു. ചാമി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും വിനീഷ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, അലനല്ലൂർ. കൊപ്പം പപ്പടപ്പടിയിൽ കാറിന് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തിരുവേഗപ്പുറ വേളക്കാട്ടിൽ കോയക്കുട്ടിയുടെ മകൻ അനസാണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. കൊപ്പം ഭാഗത്തു നിന്നും തിരുവേഗപ്പുറയിലേക്ക് വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. വാണിയംകുളം മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണം നിലച്ചതോടെ പാതയിലെ യാത്ര അപകടം നിറഞ്ഞതായി. ഇതോടെ കരാറുകാരനെതിരെ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പൊതുമരാമത്ത് റോഡ് വിഭാഗം. പാതയിൽ നിലച്ച റോഡ് നവീകരണ പ്രവർത്തികൾ കാരണമാണ് റോഡിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അതിന് ഉത്തരവാദി കരാറുകാരൻ മാത്രമാണെന്ന് കാണിച്ചാണ് പൊതുമരാമത്ത് റോഡ് വിഭാഗം ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. റോഡ് നവീകരണം വൈകിയതോടെ നവംബറിൽ CPM മനുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വിഭാഗത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു.
തുടർന്ന് റോഡ് നവീകരണം വൈകിപ്പിച്ച നിലവിലെ കരാറുകാരനെ മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ കരാറുകാരനും റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്ന സ്ഥിതിയായി. ഇതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ മരിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പൊതുമരാമത്ത് ഓഫീസ് ഉപരോധം നടത്തി. റോഡിലെ കുഴികളിൽ വാഴകൾ നട്ടും റീത്ത് വെച്ചും നാട്ടുകാരും പ്രതിഷേധം നടത്തിയിരുന്നു. ഇതോടെ നവീകരണം 3 ദിവസത്തിനുള്ളിൽ പുനരാരംഭിക്കാൻ പാലക്കാട് പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കരാറുകാരന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. 3 ദിവസത്തിനുള്ളിൽ പണികൾ തുടങ്ങിയില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ റോഡിന്റെ നവീകരണത്തിന്റെ പ്രാരംഭഘട്ട പണികൾ തുടങ്ങിയിരുന്നു. വലിയ കുഴികൾ JCB മെറ്റീരിയൽ ഉപയോഗിച്ച് അടച്ചിരുന്നു. എന്നാൽ ബാക്കി പണികൾ എങ്ങുമെത്താത്ത സ്ഥിതിയാണിപ്പോഴുള്ളത്. ഇതോടെ കുഴികൾ അടച്ച ഭാഗങ്ങളിലെല്ലാം കല്ലുകൾ ഇളകി റോഡിൽ പരന്നു കിടക്കുകയാണ്. ഇതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. ഇതാണ് പൊതുമരാമത്ത് റോഡ് വിഭാഗം കരാറുകാരനെതിരെ പോലീസിൽ പരാതി നൽകാൻ കാരണം. ചെറുകാട്ടുപുലം സ്കൂൾ മുതൽ മാന്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരെ 50 ലക്ഷം രൂപ വിനിയോഗിച്ച് 3.5 കിലോമീറ്റർ ദൂരമാണ് ടാറിംഗ് ചെയ്ത് നവീകരിക്കുന്നതിനായി പദ്ധതിയുള്ളത്. അട്ടപ്പാടിയുടെ ജീവിതവും സംസ്കാരവും നിറത്തിൽ ചാലിച്ച് നയനമനോഹരമാക്കിയാണ് അട്ടപ്പാടി ചുരത്തിലെ 10ാം വളവിലെ മതിലിൽ തെളിയുന്നത്. ചിത്രകാരൻ ബിനു ആർട്സാണ് ചന്തവും ചിന്തയും പകരുന്ന കാഴ്ചയൊരുക്കിയത്. അട്ടപ്പാടി ചുരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് യമുത്തട്ടപ്പാടി എന്ന പേരിൽ 10ാം വളവിൽ ചിത്രങ്ങൾ വരച്ചത്. അട്ടപ്പാടിയുടെയും ആദിവാസികളുടെയും സംസ്കാരം പ്രതിഫലിക്കുന്ന ചിത്രങ്ങളാണെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇതിനായി ചിത്രകാരൻ ബിനുകുമാർ ആദിവാസി സംഗതങ്ങളിലൂടെ യാത്ര ചെയ്തും പലരുമായി സംസാരിച്ചുമാണ് ഇപ്പോൾ വരച്ച സങ്കല്പത്തിലെത്തിയത്. അട്ടപ്പാടിയിലെ ഗോത്രവിഭാഗങ്ങളുടെ ജീവിതവും വിശ്വാസവും ഉൾപ്പെടെ ചുമർ ചിത്രത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഗോത്രവിഭാഗത്തിലെ അമ്മയുടെ ചിരിക്കുന്ന ചിത്രവും മല്ലീശ്വരമുടിയും ഭവാനിപ്പുഴയും മല്ലീശ്വരമുടിയിൽ നിന്ന് തീർത്ത ജലം സ്വരൂപിച്ചു വരുന്ന മലപൂജാരിയും ആദിവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമായ ആടിൻ്റെയുമെല്ലാം രാത്രിക്കാഴ്ചയാണ് ചിത്രകാരൻ ബിനു കോറിയിട്ടിരിക്കുന്നത്. കൂടാതെ സൈലന്റ് വാലിയുടെ അപൂർവയിനം ജീവികളുടെ ചിത്രങ്ങളും 10ാം വളവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അട്ടപ്പാടിയുടെ സംസ്കാരം ചിത്രത്തിൽ പ്രതിഫലിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നുവെന്നും അതിൽ പൂർണ്ണമായി വിജയിച്ചുവെന്നും കലാകാരൻ ബിനു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയൊരു വാൾ ചെയ്യണം, നമുക്ക് ഒരു 2 ദിവസം അവിടെ ഇരുന്നിട്ട് വേഗം ഇതിനോട്ട് വരാം, നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ, വേഗം വരച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെങ്കിലും വിളിച്ചിട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് വാൾ നോക്കി വന്നത് ഈ 10ാം വളവിൻ്റെ വാളാണ് കണ്ടത്. ആ കണ്ട ആ നിമിഷം ഞാനിവിടെ ഫിക്സ് ചെയ്തു, ഇങ്ങനത്തെ ഒരു ഇമേജാണ്, ഫേസാണ് ഇവിടെ ഫിക്സ് ചെയ്തത് ആദ്യം. അതിൻ്റെ അപ്പുറത്ത് മല്ലീശ്വരം മുടി, അങ്ങനെ ആക്കിയിട്ട് ഒരു ലൈൻ സ്കെച്ച് ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോയി സുബേർ സാറിനെ കണ്ടു, സംസാരിച്ചു. സുബേർ സാറിന് ഞാൻ എൻ്റെ ആശയം പറഞ്ഞു. അപ്പോൾ സുബേർ സാർ അതിൻ്റെ കൾച്ചർ ഉൾക്കൊള്ളിക്കാൻ കൂടിയാണ്. അപ്പം തന്നെ അത് മാറ്റി കൾച്ചറും കൂടി ആക്കി വരച്ച് വീണ്ടും സുബേർ സാറിനെ അപ്പം തന്നെ കാണിച്ചു. സുബേർ സാർ ഓക്കെ ആയി, DF സാറിനെ കാണിച്ചു. അതേപോലെ തന്നെ ബിബിക്കും പിന്നെ ഒരു നമ്മുടെ ജയകാരനൊക്കെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടാണ് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അവർ ചെയ്തു തന്നു. ബാക്ക്ഗ്രൗണ്ട് വർക്ക് കഴിഞ്ഞു, പിന്നീട് ഞാൻ ആർട്ട് വർക്ക് ചെയ്തു. അങ്ങനെ അട്ടപ്പാടിൻ്റെ കൾച്ചറും പ്ലസ് അവരുടെ കൃഷി രീതി, അവരുടെ ജീവജലം, അവരുടെ അങ്ങനെ ഉൾക്കൊള്ളിച്ചു. അപ്പുറത്തെ ഭാഗത്തേക്ക് സൈലന്റ് വാലിൻ്റെ ഫുൾ എൻഡമിക് സ്പീഷീസുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ആ ഭാഗത്തേക്ക് ചിത്രീകരിച്ചു. ഈ ചിത്രങ്ങൾ ഇവിടെ മനോഹരമായി വരച്ചു വെച്ചത് എല്ലാവരും കാത്തു സൂക്ഷിക്കണമെന്നും, അതുപോലെ ഈ ചിത്രം വരച്ചതിന് വലിയൊരു ആശയമുണ്ട് ഇതിൻ്റെ ബാക്കിൽ. അത് മാലിന്യം തള്ളരുതെന്നാണ്. അത് ഇവിടെയല്ല, ഇവിടെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് മാലിന്യം തള്ളരുത് പറഞ്ഞാൽ ഇവിടെയാണോ, ഇവിടെ എന്ത് മാലിന്യം ഉള്ളതെന്ന്. പക്ഷെ ഇവിടെ എല്ലാം മാലിന്യത്തിന് താഴെ കൊക്കയിലാണ്. അതിനകത്ത് ഇഷ്ടം പോലെ മാലിന്യങ്ങൾ ഇനിയും കെട്ടിക്കിടക്കണം. അത് മുഴുവൻ നമ്മൾ പകുതി മുക്കാലും എടുത്തു കഴിഞ്ഞു. NG എന്ന് പറയുന്ന സംഘടനയും NG എന്ന് പറയുന്ന സംഘടന അത് മാക്സിമം അതിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞു. ഇനിയും എടുക്കാൻ അതിനകത്ത് ഉണ്ട്. ഇനി ദയവ് ചെയ്ത് ആരും അതിനകത്തേക്ക് മാലിന്യങ്ങൾ തള്ളരുത്, മാലിന്യങ്ങൾ തള്ളരുത് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ മെസ്സേജാണ് ഈ ചിത്രം. നേച്ചർ ഗാർഡ് ഇനിഷ്യേറ്റീവ്, ആസ്പിറേഷൻ ബ്ലോക്ക്, കാട്ടുതീ പ്രതിരോധ സേന, സിവിൽ ഡിഫൻസ് തുടങ്ങിയ കൂട്ടായ്മകളുടെയും UGS ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെയാണ് യമുത്തട്ടപ്പാടി പദ്ധതി നടപ്പാക്കുന്നത്.
ആനമങ്ങാട് മണലായ മെറ്റാലിക്ക ക്ലബ്ബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന മെഗാ മ്യൂസിക് ഷോയിൽ നിന്ന് ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 19 വൈകിട്ട് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മെഗാ മ്യൂസിക് ഇവന്റ് അരങ്ങേറുന്നത്. മണലായ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഏപ്രിൽ 19 മെഗാ മ്യൂസിക് ഇവന്റ് സംഘടിപ്പിക്കുന്നത്. മാറാപ്പ് എന്ന പേരിൽ അരങ്ങേറുന്ന മ്യൂസിക് ഇവന്റ് വേടൻ, ജാസി, ഗിഫ്റ്റ്, ഗബ്രി തുടങ്ങിയ ഗായകരാണ് അവതരിപ്പിക്കുന്നത്. ഇതിനകം ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മെറ്റാലിക്ക ക്ലബ്ബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ മെഗാ മ്യൂസിക് ഇവന്റിൽ നിന്നും ലഭിക്കുന്ന തുക മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റാപ്പ് മ്യൂസിക് നൈറ്റിനാണ് പെരിന്തൽമണ്ണ വേദിയാവുന്നത്. മാറാപ്പ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ വഴി പ്രവേശന ടിക്കറ്റുകൾ ലഭ്യമാണെന്ന് സംഘാടകർ അറിയിച്ചു. റിപ്പോർട്ടർ ടിവിയാണ് പരിപാടിയുടെ മീഡിയ പാർട്ണർ. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ AV ജോൺസൺ, ട്രഷറർ PT സൈനുദ്ദീൻ, നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ U അജയൻ, മെറ്റാലിക്ക ക്ലബ്ബ് പ്രസിഡന്റ് P സാദിഖ്, സെക്രട്ടറി K നസറുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ EP ഹരികൃഷ്ണൻ, മീഡിയ കോർഡിനേറ്റർ സത്താർ ആനമങ്ങാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും IPL ക്രിക്കറ്റ് താരമായി ഉയർന്നു വന്ന വിഘ്നേഷ് പുത്തൂരിന്റെ പേരിൽ പെരിന്തൽമണ്ണ നഗരസഭ പവലിയൻ നിർമ്മിക്കും. പവലിയൻ നിർമ്മാണത്തിനായി ഈ വർഷത്തെ ബജറ്റിൽ 25 ലക്ഷം രൂപ നീക്കിവെച്ചു. പെരിന്തൽമണ്ണയിൽ നിന്നും IPL താരമായി ഉയർന്നു വന്ന വിഘ്നേഷ് പുത്തൂരിന് നഗരസഭ അർഹിക്കുന്ന ആദരവ് തന്നെ നൽകും. നെഹ്റു സ്റ്റേഡിയത്തിൽ വിഘ്നേഷ് പുത്തൂർ പവലിയൻ നിർമ്മിക്കാൻ നഗരസഭ തീരുമാനിച്ചു. കായിക മേഖലയെ പരിപോഷിപ്പിക്കുന്ന പദ്ധതിയായ നഗരസഭയുടെ പ്ലേ ഫോർ പാഷൻ പദ്ധതിക്ക് 75 ലക്ഷം രൂപയാണ് നഗരസഭ വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പവലിയൻ നിർമ്മിക്കുക. ബജറ്റ് ചർച്ചയിലുണ്ടായ നിർദ്ദേശപ്രകാരം ബജറ്റിൽ ഉൾപ്പെടുത്തി പദ്ധതിക്ക് അംഗീകാരം നൽകുകയായിരുന്നു. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്നവർക്ക് ഇനി സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടേണ്ട. ഒരു പതിറ്റാണ്ടിനു ശേഷം ലിഫ്റ്റ് പ്രവർത്തനക്ഷമമായി. പ്രവർത്തിക്കാതെ കിടക്കുകയായിരുന്ന ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനക്ഷമമാക്കിയത്. സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയാക്കുന്നതോടെ 3 നിലകളിലെ ഓഫീസുകളിലെത്താൻ എളുപ്പമാകും. ഏറ്റവും മുകളിലെ നിലയ്ക്ക് അഗ്നിരക്ഷാ സേനയുടെ നിരാക്ഷേപ പത്രം നേടാനുള്ള നടപടികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ലിഫ്റ്റിന് കാര്യമായ കേടുപാടുകളില്ലെന്നും ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതായി താലൂക്ക് ഓഫീസ് അധികൃതർ പറഞ്ഞു. യോഗത്തിന് ശേഷം നിരാക്ഷേപ പത്രം കൂടി ലഭിച്ച ശേഷമാകും ലിഫ്റ്റ് ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുക. 2014 മെയ്യിലായിരുന്നു മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം. താഴെ നില കൂടാതെ 3 നിലകളാണ് കെട്ടിടത്തിനുള്ളത്. റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ലിഫ്റ്റ് സൗകര്യം കൂടാതെയാണ് അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പെരിന്തൽമണ്ണ എഡ്വേർഡ് ക്ലബ്ബും MS നായർ മെമ്മോറിയൽ വായനശാലയും സംയുക്തമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പെരിന്തൽമണ്ണയിലെ 4 പ്രതിഭകളെ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 2 രാവിലെ 10 മണിക്ക് ക്ലബ്ബ് അങ്കണത്തിലാണ് ആദരിക്കൽ ചടങ്ങ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 4 പേരെയാണ് പെരിന്തൽമണ്ണ എഡ്വേർഡ് ക്ലബ്ബും ഡോക്ടർ MS നായർ മെമ്മോറിയൽ വായനശാലയും ചേർന്ന് ആദരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, ആരോഗ്യരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ആയുർവേദ ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ P കൃഷ്ണദാസ്, ഡോക്ടർ ഷീബ കൃഷ്ണദാസ്, ഫുട്ബോൾ താരം അസ്ഹർ, IPL മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഇടം നേടിയ ക്രിക്കറ്റ് താരം വിഘ്നേഷ് പുത്തൂർ എന്നീ 4 പേരെയാണ് ആദരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ലബ്ബ് അങ്കണത്തിൽ ഏപ്രിൽ 2 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ആദരിക്കൽ ചടങ്ങ് നഗരസഭാ ചെയർമാൻ P ഷാജി ഉദ്ഘാടനം ചെയ്യും. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹ്റലി മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ, കലാ, കായിക, സാംസ്കാരിക, ആരോഗ്യരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ എഡ്വേർഡ് ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുൽ നാസർ CH, സെക്രട്ടറി PK ഭരതൻ, ട്രഷറർ ജാഫർ VP, കോർഡിനേറ്റർ സുരേന്ദ്രൻ മങ്കട എന്നിവർ പങ്കെടുത്തു.
ചെർപ്പളശ്ശേരി വിവേകാനന്ദ വിദ്യാനികേതന്റെ 36ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ പരിപാടികളോടെയാണ് ചെർപ്പളശ്ശേരി വിവേകാനന്ദ നികേതന്റെ 36ാം വാർഷികം ആഘോഷിച്ചത്. പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരൻ കൂനത്തറ രാമചന്ദ്രൻ പുലവർ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയത്തിൻ്റെ ഈ വാർഷിക ആഘോഷങ്ങൾ എന്തിനാണ് ആഘോഷിക്കപ്പെടുന്നത്? എല്ലാവരുടെ കൂട്ടായ്മയാണ്. കൂട്ടായ്മയോടുകൂടി ചേർന്നുകൊണ്ട് ആ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ സംസ്കാരവും കലയും പ്രകൃതിയുള്ള ആ നിയമങ്ങളും എല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു വേദി കൂടിയാണിത്. ഇപ്പോൾ തോൽപ്പാവക്കൂത്ത് 31 ദിവസം നടത്തപ്പെടുന്നുണ്ട് പത്തനാളിക്കൽ ക്ഷേത്രത്തിൽ. എത്ര പേർ കാണുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അധികം ആരെയും കണ്ടിട്ടില്ല. കാരണം 10 മണി 10:45 അവിടെ ഈ പാവക്കൂത്ത് ആരംഭിക്കുക. 10:45 ആരംഭിച്ച് 5 മണി വരെയാണ് പാവക്കൂത്ത് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ സമയം ചുരുങ്ങിയത് 4 മണിക്കൂറൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ആ നാടിൻ്റെ ചൈതന്യത്തെ, ഈ ദേശത്തിൻ്റെ ചെർപ്പശ്ശേരിയുടെ ചൈതന്യത്തെ എല്ലാ വീടുകളിലേക്കും ഭവനങ്ങളിലേക്കും ആവാഹിച്ചുകൊണ്ട് ആ ചൈതന്യത്തെ ആവാഹിക്കുക എന്നതിന്റെ ഒരു ഭാഗമാണ് ഈ ഉത്സവങ്ങളൊക്കെ. സ്കൂൾ രക്ഷാധികാരി ശശി ഗീതാഞ്ജലി അധ്യക്ഷനായി. ഭാരതീയ വിദ്യാനികേതൻ പാലക്കാട് ജില്ലാ സമിതി അംഗം കെ ജയരാമൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ കെ സൗമ്യ, സ്കൂൾ പ്രധാനാധ്യാപിക ടി എം വിനീത, വിദ്യാലയ സമിതി സെക്രട്ടറി പ്രകാശ് കർമാപ്പള്ളി, പി ഹരിദാസൻ, ഇല്ലിക്ക ചന്ദ്രൻ, വി കെ രേഷ്മ, അഞ്ജലി, സ്മിഷ എന്നിവർ സംസാരിച്ചു. 3 പതിറ്റാണ്ടുകാലത്തെ സേവനത്തിന് ശേഷം അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്ന പൊതുപ്രവർത്തകനും സ്കൂൾ രക്ഷാധികാരിയുമായ കെ എൻ ശ്രീധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തെക്കേടത്ത് കൃഷ്ണ പൊതുവാൾ സ്മാരക ട്രസ്റ്റും ശ്രീകൃഷ്ണപുരം സർഗലയും ചേർന്ന് നൽകുന്ന 2024 വർഷത്തെ തെക്കേടത്ത് കൃഷ്ണ പൊതുവാൾ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിലുള്ളവർക്കാണ് പുരസ്കാരം നൽകുന്നത്. കരിമ്പുഴിയുടെ കലാസാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന കലാവല്ലഭ പുരസ്കാരത്തിന് പ്രശസ്ത മോഹിനിയാട്ട നർത്തകി വിനീത നെടുങ്ങാടി അർഹയായി. കരകൗശല രംഗത്തെ മികവിന് ഒരു മുതിർന്ന പൗരന് നൽകുന്ന കരകൗശല പുരസ്കാരത്തിന് പൊന്നു ഏഴക്കാടിനെയും, സ്ത്രീ ശാക്തീകരണ രംഗത്തെ മാതൃകാപരമായ വേറിട്ട പ്രവർത്തനത്തിന് നൽകുന്ന സ്ത്രീ ശക്തി പുരസ്കാരത്തിന് പ്രശസ്ത കഥകളി സംഗീതജ്ഞ മീര രാംമോഹനെയും, സാഹിത്യരംഗത്തെ മികവിന് യുവതയ്ക്ക് നൽകുന്ന യുവശക്തി പുരസ്കാരത്തിന് യുവ എഴുത്തുകാരിയെയും ഗായികയുമായ സാന്ദ്ര എസ് വാര്യരെയും തിരഞ്ഞെടുത്തു. കലാവല്ലഭ പുരസ്കാരത്തിന് 5001 രൂപയും മറ്റുള്ളവയ്ക്ക് 3001 രൂപ വീതവുമാണ് പുരസ്കാര തുക. ഇതോടൊപ്പം ശില്പവും പ്രശസ്തി പത്രവും ലഭിക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ കെ സി നാരായണൻ, കെ ബാലകൃഷ്ണൻ, സി കെ കുട്ടികൃഷ്ണൻ എന്നിവർ അംഗങ്ങളായ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ഏപ്രിൽ 17 നടക്കുന്ന സർഗലയയുടെ വാർഷികത്തിൽ വെച്ച് പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്മാരക ട്രസ്റ്റും സർഗലയും ചേർന്ന് ആണ് നമ്മൾ ഈ വർഷം പുരസ്കാരം നൽകുന്നത്. വർഷങ്ങളോട് നൽകി വരുന്നതാണ്, 5ാമത്തെ വർഷമാണ്. ഇതിനകത്ത് 4 പുരസ്കാരങ്ങളാണ് ഇതിനകത്തുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം കലാവല്ലഭ പുരസ്കാരം. നമ്മൾ കരിമ്പുഴയുടെ കലാ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. അതുപോലെ കരകൗശല പുരസ്കാരം, കരകൗശല രംഗത്ത് മികവ് പുലർത്തിയത് മുതിർന്ന പൗരന് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്ക് നൽകുന്ന പുരസ്കാരം കരകൗശല പുരസ്കാരം 2ാമത്തെ. പിന്നെ നമ്മൾ സ്ത്രീ ശാക്തീകരണ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വനിതയ്ക്ക് നൽകുന്ന സ്ത്രീ ശക്തി പുരസ്കാരം 3ാമത്തെ. പിന്നെ നമ്മൾ യുവാക്കളുടെ സാഹിത്യ രംഗത്തെ മികവിന് യുവതയുടെ 18-45 ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ
സാഹിത്യ രംഗത്തെ മികവിന് നൽകുന്ന യുവശക്തി പുരസ്കാരം. ഇങ്ങനെയുള്ള 4 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. സർഗലയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ, സെക്രട്ടറി പി വി ശശിധരൻ, കെ വിദ്യാധരൻ, വി ഉണ്ണികൃഷ്ണൻ, ഓമന ഉണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാരുണ്യത്തിന്റെയും നന്മയുടെയും വെള്ളി വെളിച്ചം തീർത്ത് അനുകമ്പ ചാരിറ്റബിൾ ട്രസ്റ്റ് വെള്ളിനേഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മലപ്പുറം അഡീഷണൽ SP ഫിറോസ് M ഷഫീഖ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിനേഴി GLP സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ട്രസ്റ്റ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. മലപ്പുറം അഡീഷണൽ SP ഫിറോസ് M ഷഫീഖ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നമ്മൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആയിട്ട് കുറച്ച് സെമിനാറുകളും ലഹരി ഉപയോഗിക്കരുത് എന്നുള്ള സന്ദേശവുമാണ് സാധാരണ ഇത്തരം ചടങ്ങുകളിലൊക്കെ നമ്മൾ നടത്താറുള്ളത്. അതല്ല, ഞാൻ ഈ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ പോലീസിൻ്റെ എക്സൈസിൻ്റെയോ നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടു കൂടി വളരെയധികം കേസുകൾ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ലഹരിയുടെ ലഭ്യത വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അതിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മളുടെ ലോക ആരോഗ്യ സംഘടനയുടെ നിലപാട് പ്രകാരവും ഇവരെ രോഗികളായിട്ടാണ് നമ്മൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ കാണേണ്ടത്. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മാത്രം ചുമതലയല്ല. ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ പൗരന്മാരുടെയും സംഘടനകളുടെയും ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളുടെയും ചുമതല കൂടിയാണ് എന്നുള്ളതാണ് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര പിന്നണി ഗായകനും ഗാനരചയിതാവുമായ നരേൻ പുലാപ്പറ്റ ചികിത്സാ ധനസഹായ വിതരണം നടത്തി. അനുകമ്പ ട്രസ്റ്റ് ചെയർമാൻ വിജയരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വൈസറി ബോർഡ് മെമ്പർ വെള്ളിനേഴി ആനന്ദ്, M മണികണ്ഠൻ, പ്രദീപ്, രാമചന്ദ്രൻ, K വികാസ്, രാധാകൃഷ്ണൻ, ജലജ, ഒളപ്പമണ്ണ നവനീത് നാരായണൻ, ബിജോയ് ഉണ്ണികൃഷ്ണൻ, ശരത് വിശ്വനാഥ് എന്നിവർ പ്രസംഗിച്ചു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. അലനല്ലൂർ പാലക്കാഴി ജനകീയ കൂട്ടായ്മ സമൂഹ നോമ്പുതുറയും ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. മൂവ് ഗ്ലാഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പാലാഴി സെന്ററിൽ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചാണ് ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചത്. മൂവ് എക്സിക്യൂട്ടീവ് ആൻഡ് ഗ്ലാഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV റഹ്മാൻ ക്ലാസിന് നേതൃത്വം നൽകി. നിങ്ങൾ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ച വ്യക്തിയെ നിങ്ങൾ മാറ്റി നിർത്തിയാൽ അവനെ സപ്പോർട്ട് ചെയ്യാനും നാളെ അവന് മറ്റൊരു മാഫിയക്ക് രൂപം കൊടുക്കാനും അവന്റെ പിന്നിൽ 100ഓളം മാഫിയകളും പുറത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അത്തരക്കാരെ. അവര് വിപണിക്ക് ഉപയോഗിക്കും, അവരെ ഇടപാട് നടത്താൻ ഉപയോഗിക്കും. പൈസ ഒന്നും കൊടുക്കണ്ട. നിങ്ങളെ പൈസയും മൊബൈലും ബൈക്കും കാറും കൊടുക്കാനൊക്കെ ലഹരി മാഫിയ എന്ന് സന്നദ്ധരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾ അവർക്ക് തമാശക്ക് പോലും വിട്ടുകൊടുക്കരുത്. തുടർന്ന് പ്രദേശത്തെ എല്ലാവരും ചേർന്ന് നോമ്പ് തുറന്നു. 650ഓളം പേർ നോമ്പ് തുറക്കാനായി എത്തിയിരുന്നു. നസീഫ് പാലക്കാടി, K മെഹബൂബ്, TK ഷെരീഫ്, P ജയകൃഷ്ണൻ, K മനാഫ്, K മൻസൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അലനല്ലൂർ. CPM തൂത ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സംഘടനയായ തൂത ചാരിറ്റി സെൽ 1000-ലധികം വീടുകളിൽ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. തൂത കൂത്തുപറമ്പ് മേഖലയിലെ വാടക താമസക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ വീടുകളിലും 1.5 പതിറ്റാണ്ടായി തൂത ചാരിറ്റി സെൽ ഭക്ഷ്യക്കിറ്റുകൾ നൽകി വരുന്നുണ്ട്. ഈ വർഷത്തെ ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E രാജേഷ് നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ NP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ചാരിറ്റി സെൽ കൺവീനർ CH നാസർ, LC സെക്രട്ടറി K പ്രേംകുമാർ, N ഹനീഫ, K പത്മനാഭൻ, PK ഹംസ എന്നിവർ സംസാരിച്ചു. CT അബ്ദു, NP അഷ്റഫ്, PK നാസർ, NP ഷാഹിർ, KN ഷാജഹാൻ, PK സുബ്രഹ്മണ്യൻ, KP ഷിഹാബ്, CK വേണു, NP ഗഫൂർ, KP റാഫി എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. ചികിത്സാ ഉപകരണങ്ങൾ, കിടപ്പിലായ രോഗികൾക്കുള്ള സഹായം, മരണവീടുകൾ സജ്ജീകരിക്കാൻ വേണ്ടിയുള്ള സാധന സാമഗ്രികൾ, മരുന്ന്, വീട് നിർമ്മാണം തുടങ്ങി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് നടത്തി വരുന്നുണ്ട്.
ഭീമനാട് 55 മൈൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. റോഡിനും വിള്ളൽ വീണു. വിവരം നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ സ്ഥലത്ത് അപായസൂചകമായി കയർ കെട്ടി വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഭീമനാട് നിന്നും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഭീമനാട് 55 മൈൽ റോഡാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. ചേപ്പിലായി ഭാഗത്ത് റോഡ് നിർമ്മിക്കാനായി പാടത്തു നിന്നും ഉയർത്തിക്കെട്ടിയ ഭിത്തിയുടെ ഒരു വശത്തെ കൽക്കെട്ട് തകർന്നു വീണതാണ് റോഡിന് ഭീഷണിയാകുന്നത്. ഭിത്തി തകർന്നതോടെ 20 മീറ്ററോളം ഭാഗം റോഡിലും വിള്ളൽ രൂപപ്പെട്ടു. ഭിത്തി തകർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പൊതുമരാമത്ത് വകുപ്പിനെ വിവരമറിയിച്ചു. അധികൃതരെത്തി വാഹനങ്ങൾക്ക് മുന്നറിയിപ്പായി കയർ കെട്ടി ഈ ഭാഗം സംരക്ഷിച്ചു. റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള കെട്ടാണ് തകർന്നത്. 2021 റബ്ബറൈസ് ചെയ്ത് നവീകരിച്ച റോഡാണ് ഇത്. കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാത, കോട്ടപ്പാടം, അലനല്ലൂർ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനപാതയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമാർഗമായ ഈ റോഡിലൂടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. ഇനി ഷോർട്ട് ന്യൂസ്. ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവ് പൂരത്തിന് തന്ത്രി കല്ലൂർ ദേവദാസൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റി. ഞായറാഴ്ച ദാരികനും കാളിയും വരവ്, തിങ്കളാഴ്ച 5-ാം വേല, വ്യാഴാഴ്ച കുതിരക്കളി എന്നിവയുമുണ്ടാകും. വെള്ളിയാഴ്ച പൂരം ആഘോഷിക്കും. എടത്തനാട്ടുകര തടിയമ്പറമ്പ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ജനകീയ കമ്മിറ്റി ചെയർമാൻ ടി പി ഹാഷിം, വൈസ് ചെയർമാൻ സി പി ഷറഫു, കെ ഷൗക്കത്ത്, കൺവീനർ വി സൈഫു, ജോയിന്റ് കൺവീനർ എം ഹാരിസ്, സി പി നൌഷാദ്, ട്രഷറർ ടി പി അഹമ്മദ് കബീർ, ഷനൂബ് വടക്കൻ എന്നിവർ നേതൃത്വം നൽകി. ഇമ്പാനു വരേങ്ങൽ റിലീഫ് സെല്ലിന്റെ കീഴിൽ നെല്ലായ മൂളൂർ കോൺഗ്രസ് കമ്മിറ്റി 500 കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. KMK ബാബു, മൻസൂർ ഇമ്പാനു, സയ്യിദ് ചോലയിൽ, MK നാസർ, ബഷീർ പൂന്തോട്ടത്തിൽ, അമീർ, നാസർ ചോലയിൽ, രാജൻ തെക്കേതിൽ, മൊയ്തീൻ കുട്ടി, സക്കീർ, മനാഫ്, റൌഫ് മോളൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് വളർന്നു വന്ന ഒരു നേതാവ്, നമ്മളിൽ നിന്ന് വിട പറഞ്ഞ പ്രിയപ്പെട്ട ഇമ്പാനുഖാന്റെ പേരിൽ നടത്തുന്ന ഒരു സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു റിലീഫ് കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇമ്പാനുഖാനെ കുറിച്ച് ഈ മോളൂർ സെന്ററിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് വളരെ അധികമായിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശക്തനായ പ്രവർത്തകനായി കടന്നു വന്ന് ഈ പ്രദേശത്തിന്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പറും പിന്നീട് ബാങ്കിന്റെ പ്രസിഡന്റായും DCC മെമ്പറായും DCC ജനറൽ സെക്രട്ടറിയുമായും കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാന ദേശീയ നേതാക്കന്മാരുമായൊക്കെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ഇമ്പാനുഖ. അദ്ദേഹം ഈ പ്രദേശത്ത് KSEBയുടെ ഓഫീസ് കൊണ്ടുവരികയാണെങ്കിലും പഞ്ചായത്തിന്റെ പുതിയ പദ്ധതികൾ കൊണ്ടുവരികയാണെങ്കിലും അദ്ദേഹത്തിന്റേതായ അഭിപ്രായങ്ങൾ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും നേതൃത്വം നൽകിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാലഘട്ടത്തിൽ ഫോൺ കിട്ടാത്ത കാലഘട്ടത്തിൽ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിലൂടെ ഇടപെട്ടുകൊണ്ട് VS വിജയരാഘവൻ MPയിലൂടെയൊക്കെ ഒരുപാട് സമ്മർദ്ദം നൽകി ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ ടെലിഫോൺ എന്ന ആ ഒരു സംവിധാനം നമ്മളിലേക്ക് എത്തിച്ച വ്യക്തിയാണ് പ്രിയപ്പെട്ട ഇമ്പാനുഖ. അതുപോലെ തന്നെ നിരവധി പരിപാടികൾ, റോഡുകൾ, ലൈറ്റുകൾ, അങ്ങനെയൊക്കെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ഈ ഗ്രാമത്തെ ഉയർത്തിയ പ്രിയപ്പെട്ട ഇമ്പാനുഖ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു റിലീഫ് കിറ്റ് നൽകുന്നത്. AISF 46-ാം സംസ്ഥാന സമ്മേളനം മെയ് 7, 8, 9 തീയതികളിൽ പട്ടാമ്പി ചോലക്കൽ ടവറിൽ നടക്കും. സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് നിർവഹിച്ചു. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷനായി. CPI സംസ്ഥാന കൗൺസിൽ അംഗം OK സൈദലവി, AISF സംസ്ഥാന സെക്രട്ടറി P കബീർ, K ഷിനാഫ്, TM സിദ്ധാർത്ഥ്, T ഹംസ, സജിത് ശ്രീധരൻ, ധനേഷ്, ഹൈദ്രോസ്, C പ്രശാന്ത്, T കൃഷ്ണകുമാർ, MN കരുണാകരൻ, K പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. നെല്ലായ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ലോകത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്ന തരത്തിലുള്ള ലൈംഗിക വീഴ്ച പരസ്യമായി വെളിച്ചത്തിൽ നടക്കുന്ന അവസ്ഥ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ താളം ആകെ തെറ്റുകയാണ്. ഇനി എന്തേ മാർഗമുള്ളൂ എന്ന് ചോദിച്ചാൽ NRC സംബന്ധമായി ഞങ്ങളൊന്ന് ആലോചിച്ചിരുന്നു. NRC
പൂർണ്ണമായി മുസ്ലിം സമുദായത്തെ, ഇത് മുസ്ലിം സമുദായത്തെ മാത്രമല്ലല്ലോ, പക്ഷെ വേറൊരു കാര്യം കൂടെ ആലോചിക്കാണ്. മുസ്ലിം സമുദായം വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കുട്ടി അതിലുണ്ടാവില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത് പോലെ പിടിക്കപ്പെടുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ഈ സമുദായത്തിൽപ്പെട്ട ആളുകളും ആണ് എന്നുള്ളത് പറയാൻ കഴിയും. കുറ്റിക്കോട് ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ അസീസ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് PP മജീദ് അധ്യക്ഷത വഹിച്ചു. ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി NK ബഷീർ, CA ബക്കർ, PP അലി മാസ്റ്റർ, VP നിഷാദ്, P നാസർ, KP ഷഹിൻഷാ, അനസ് പാറക്കൽ, KT നാസർ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായി മുസ്ലിം മതവിശ്വാസികൾ തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. തച്ചനാട്ടുകര നാട്ടുകൾ തള്ളച്ചിറയിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. തള്ളച്ചിറ സ്വദേശി വിനീഷിന്റെ കയ്യിലും ഇടുപ്പിലും കടിയേറ്റു. കൊപ്പം പപ്പടപ്പടിയിൽ കാറിന് പിറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തിരുവേഗപ്പുറ വേളക്കാട്ടിൽ കോയക്കുട്ടിയുടെ മകൻ അനസാണ് മരണപ്പെട്ടത്. വാണിയംകുളം മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണം നിലച്ചതോടെ യാത്ര അപകടം നിറഞ്ഞതായി. ഇതോടെ കരാറുകാരനെതിരെ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി പൊതുമരാമത്ത് റോഡ് വിഭാഗം. അട്ടപ്പാടിയുടെ ജീവിതവും സംസ്കാരവും നിറത്തിൽ ചാലിച്ച് നയനമനോഹരമാക്കി 10ാം വളവിലെ മതിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.